രാവിലെ തന്നെ തുളസി മന്ദാരമൊക്കെ പൊട്ടിച്ചൊരു അമ്പലത്തേക്കാണ് പോണേ. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ദൈവത്തിനും കൂടി കൂട്ടുപിടിക്കണമെന്നാണ് അമ്മ പറഞ്ഞേക്കണേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അമ്പലത്തിൽ കയറി തൊഴുത് വേഗം പ്രസാദം വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് ഇതേ സ്പെഷ്യലായിട്ട് റോസാപ്പൂക്ക് കിട്ടിയ സ്ഥലത്തിൽ വെക്കാൻ. കാലത്താണെങ്കിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്താണ് ഒന്ന് മഴ തോർന്നത്. അമ്പലം കണ്ടിട്ട് ഏതാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. തുടക്കത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഇന്നൊരു നല്ല കാര്യം തുടങ്ങാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് മുതൽ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യാണ്. 9 മണിക്കാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറെ നേരം അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാതെ വേഗം ഇറങ്ങിട്ടോ. ഈ സാധനം ഇവിടെ കുറച്ച് ദിവസമായി വന്നിട്ടെങ്കിലും ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. എന്തായാലും സംഭവം നൈസ് ആയിട്ടല്ലേ. 9 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തി. പിന്നെ പരിപാടി തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വരുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനേക്കാളും മുന്നേ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാർ നമുക്ക് മെഴുകുതിരിയൊക്കെ തന്നിട്ട് കത്തിക്കാനായിട്ട്. പിന്നെ കുറേ പ്രസംഗം നല്ലൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ പോയിട്ട് നാരങ്ങയുള്ള ഒരു പരിപാടിയും കഴിച്ചിട്ടോ. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുപോയി അതൊക്കെ കണ്ട് തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് അമ്മ ഒരു ആൻറ്റി ആയിട്ട് സെറ്റായി. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ട് ഇനി എല്ലാ ദിവസമൊക്കെ വൈകുന്നേരം വരെ ഇരിക്കണം. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. വിശന്നിരിക്കണേ ഞങ്ങൾക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് അവർ 2 പ്ലേറ്റ് മാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. അൽഫാം മന്തിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അൽഫാം ബിരിയാണിന്ന് ആദ്യമായിട്ട് കേൾക്കണം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ട് വാങ്ങിയതാ. അൽഫാമും ചിക്കൻ ബിരിയാണിയും റൈസും വേറെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പിന്നെയാണ് മനസ്സിലായി ഇതാണ്. ഹൈപ്പറിൽ കയറി കുറച്ച് ഉപ്പേരി കഷ്ണങ്ങളൊക്കെ വാങ്ങിട്ടോ. പിന്നെ കോളേജിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് 2-3 കുർത്തീസ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞിട്ട് വീടെത്തി. കുട്ടിയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പോൾ ശരി കേട്ടോ, ബൈ.